ഇന്തോനേഷ്യൻ ഹൊറർ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതായത് മറ്റ് ഇൻഡസ്ട്രികളിലെയോ ഭാഷകളിലെയോ ഹൊറർ മൂവികളേക്കാൾ ജംസ്കെയർ സീനുകൾ കൂടുതലാണ്. ഇന്തോനേഷ്യൻ ഹൊറർ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അത് അറിയാവുന്ന കാര്യവുമാണ്. ഇന്ന് പരിചയപ്പെടുന്നതും ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ചിത്രം തന്നെയാണ്. സിദ്ധാർത്ഥ ടാറ്റയുടെ സംവിധാനത്തിൽ 2023 പുറത്തിറങ്ങിയ ചിത്രമാണ് വക് മഗ്രി. ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിനി പുറത്തിറങ്ങാൻ ചാൻസ് ഇല്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ദുഷ്ടശക്തികൾ കരുത്താർജിക്കുന്ന ഒരു ഗ്രാമം, അതിൻ്റെ ഭീതിയിൽ ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യർ. ഇതാണ് സിനിമയുടെ ചുരുക്കത്തിലുള്ള സാരം. സമൻ, ആദി, ആയു എന്ന കുട്ടികളിലൂടെയാണ് കഥ നീങ്ങുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നേരെ സന്ധ്യയായിട്ടും കളി നിർത്തിയില്ല. കളിക്കുന്നതിനിടയിൽ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ് അടുത്തുള്ള കാട്ടിലേക്ക് വീഴുന്നു. അതെടുക്കാൻ കാർത്ത എന്ന ബാലൻ പോകുന്നു. എന്നാൽ അസ്വാഭാവികമായി ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. അവിടെയാണ് ചിത്രത്തിൻ്റെ ആരംഭം. പിന്നീട് വീണ്ടും 30 വർഷം മുമ്പോട്ട് വന്ന് ആദിയുടെയും സമൻ്റെയും ആയുടെയും ജീവിതം. ഹൊറർ സിനിമ എന്നാൽ അത് പേടിക്കാനുള്ള ചിത്രമാണ്. മറ്റു ചിലതും ഹൊറർ എന്ന ലേബലിൽ എത്തുന്നുണ്ട്. എന്നാൽ ഇന്തോനേഷ്യൻ ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പേടിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാരിക്കോരി അങ്ങ് പീഡിപ്പിക്കും. അതിപ്പോൾ സീരിയസ് ഹൊറർ സബ്ജക്റ്റ് ആണെങ്കിലും കോമഡി ഹൊറർ സബ്ജക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടെയും അതുപോലെ തന്നെ എന്ന് തന്നെ പറയാം. പേടിക്കാൻ നിരവധിയുണ്ട് ചിത്രത്തിൽ. അതുകൊണ്ട് തന്നെ പറയാലോ, അത്തരം സിനിമകൾ ഇഷ്ടമുള്ളവർ ചിത്രത്തെ സമീപിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. വൈകുന്നേരങ്ങളിൽ കാണുകയാണെങ്കിൽ അത്രമേൽ മനോഹരം. മുത്തശ്ശിക്കഥകൾ പോലെ മിത്തും അങ്ങനെ പലതും കൂട്ടിയിണക്കിയുള്ള കഥ പറച്ചിൽ ശൈലി. ഇന്തോനേഷ്യൻ ഹൊറർ ചിത്രങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ഹൊറർ സിനിമകൾ എക്സോസിസം ഒന്നെങ്കിൽ ക്രിസ്ത്യൻ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലേക്ക് വന്നാൽ ഒരു ഹിന്ദു മതത്തിൻ്റെ രീതിക്കനുസരിച്ചാണ് കാണാൻ സാധിക്കുക. എന്നാൽ മുസ്ലിം മതവുമായി ബന്ധപ്പെട്ടുള്ള എക്സോസിസം കൂടുതലും ഇന്തോനേഷ്യൻ ഹൊറർ ചിത്രങ്ങളിലാണ് കാണാൻ സാധിക്കുക. ഗ്രാമത്തിൻ്റെ അന്തരീക്ഷവും 2001 കാലഘട്ടങ്ങളൊക്കെയും വളരെ മനോഹരമായിട്ട് അവർ പുനർസൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ചിത്രത്തിലെ ബാലതാരങ്ങളുടെ മികച്ച പ്രകടനവും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു ചോരക്കളി തന്നെയാണ് ചിത്രം എന്ന് വേണമെങ്കിലും പറയാം. ഒരു ഹൊറർ സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ചിത്രം അത്ര തന്നെ ഇല്ലെങ്കിലും എല്ലാ ജോണറും തപ്പിപ്പിടിച്ച് കാണുന്നവർക്ക് ചിത്രം വർക്കാവും. ചിത്രത്തിലെ പ്ലോട്ട് ട്വിസ്റ്റൊക്കെ തന്നെ മനോഹരമായിരുന്നു. കണ്ടാസ്വദിക്കാനുള്ള ചേരുവകൾ എല്ലാം ചേർത്തിട്ട് തന്നെയാണ് സംവിധായകൻ ചിത്രം ഒരുക്കിയിട്ടുള്ളത് എന്ന് പറയാം. പേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും തലവെച്ച് നോക്കാവുന്ന ഒരു ചിത്രം തന്നെയാണിത്. ഈ ഒരു ചിത്രം കണ്ടതിന് ശേഷം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പുറത്തിറങ്ങാൻ ഒന്ന് പേടിക്കും. ഹൊറർ സിനിമാ പ്രേമികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചിത്രം കണ്ടു നോക്കാൻ ശ്രമിക്കുക. ഈ ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തുമല്ലോ. ഒന്നുറപ്പാണ്, നിങ്ങളെ ചിത്രം നിരാശരാക്കാൻ വഴിയില്ല. പേടി നിർത്തിയിട്ട് നിരാശനാകാനുള്ള സമയം നിങ്ങൾക്ക് സിനിമ നൽകില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ ചിത്രം കണ്ടു നോക്കാൻ ശ്രമിക്കുക. പുതിയൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.